ഒരിക്കൽ വളരെയധികം മുഷിഞ്ഞ ചെരുപ്പായിട്ട് ഒരാൾ ദർബാറിലിരിക്കുന്ന മഹദിയുടെ അരികിലേക്ക് ഇരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, പ്രിയ രാജാവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിച്ച പരിശുദ്ധ ചെരുപ്പാണിത്. സഭയിൽ വെച്ച് തന്നെ മഹദി ആ ചെരുപ്പ് സ്വീകരിക്കുകയും ബഹുമാനപൂർവ്വം ചുംബിച്ച് തലയിൽ വെച്ച ശേഷം എടുത്തു വെക്കുകയും ചെയ്യുന്നുണ്ട്. ശേഷം ആഗതിന് സമ്മാനമായി 10,000 ദിർഹം നൽകി തിരിച്ചയക്കുകയും ചെയ്യുന്നുണ്ട്. അല്പസമയങ്ങൾക്ക് ശേഷം സഭയിലുള്ളവരോട് മഹദി പറഞ്ഞു വെക്കുന്നുണ്ട്, ഈ ചെരുപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ലെന്നും അവിടുത്തെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലെന്നും സമ്മാനം ലഭിക്കാൻ വേണ്ടി അയാൾ പറഞ്ഞതാണെന്നും എനിക്കറിയാം. പക്ഷേ ആ സമയത്ത് ഞാനെങ്ങാനും ഇത് ബഹുമാനപൂർവ്വം സ്വീകരിക്കാതെ അയാൾക്ക് സമ്മാനം നൽകാതെ ഇരുന്നെങ്കിൽ ദുഷ്ടനായ അയാള് ജനങ്ങൾ കൂടിയിരിക്കുന്ന ഇടങ്ങളിൽ പോയിട്ട് അവരെ പിഴപ്പിക്കും. അയാൾ പറയും, ഓ ജനങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിച്ച ചെരുപ്പ് ഞാൻ രാജാവിന് സമർപ്പിച്ചിട്ട് രാജാവ് അതിനെ തള്ളിക്കളയുകയാണ് ചെയ്തത്. സാധാരണയായിട്ട് മുതിർന്നവരെ കുറിച്ച് താഴെത്തട്ടിലുള്ളവർ എന്ത് പറഞ്ഞാലും ജനങ്ങൾ താഴെത്തട്ടിലുള്ളവരോടൊപ്പമാണ് നിൽക്കുക. അങ്ങനെ വന്നാൽ ഇയാൾക്ക് ഒരുപാട് അനുകൂലികളായി തീരും. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തത്.